ഹലോ നമസ്കാരം. നമ്മൾ ഇന്നൊരു ബിസിനസ് പ്രൊഫൈൽ ഉള്ള ഫേസ്ബുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. നമുക്കൊരു ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഗൂഗിള് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവും. യൂട്യൂബ് നമ്മളുള്ള കാരണം അതിൽ ചെറിയൊരു വർക്കുള്ളൂ. അത് രണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ആഡ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇതിനോടൊപ്പം വരും. എല്ലാം മൊബൈലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർ മൊബൈലിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ആഡ് ചെയ്യുന്ന വീഡിയോ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതല്ലാണ്ട് നമുക്കത് മുന്നോട്ട് പോവില്ല. ആഡ് ഇതിലും ചെയ്യാം, മൊബൈലിൽ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും, അതിൽ ലാപ്ടോപ്പിൽ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ആദ്യം ക്രിയേറ്റ് പ്രൊഫൈൽ എടുക്കുക. ക്രിയേറ്റ് പ്രൊഫൈൽ എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പേഴ്സണൽ പ്രൊഫൈൽ ആണോ പബ്ലിക് ആണോ എന്നുള്ള പബ്ലിക് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. പേജിന് നെയിം വേണം. നിങ്ങൾ പേജിന് നെയിം കൊടുക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു നെയിം കൊടുത്താൽ പോരാ. നമ്മുടെ ബിസിനസിന്റെ നെയിം അടിപൊളിയായിട്ട് പെർഫെക്ഷനിലല്ല കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു പേര് കൊടുക്കാണ്, ടീം ക്രിയേറ്റർ എന്ന് പേര്, ജസ്റ്റ് ഒരു പേര് കൊടുക്കാണ്, ടീം ക്രിയേറ്റർ. ഓക്കെ, അതെങ്ങനെയാവും നോക്കാം നമുക്ക്. നെക്സ്റ്റ് കൊടുക്കും. ചിലപ്പോൾ അതാവില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അവര്, കാറ്റഗറി ഏത് ലെവലിൽ വരുന്നത്. അപ്പൊ നമ്മള് ഒരു ജസ്റ്റ് ഒരു ഹെൽത്ത് ബ്യൂട്ടി എന്നുണ്ടാവും, അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഇതുണ്ടാവും. ഞാൻ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സെറ്റപ്പ് കൊടുത്താൽ വരും. ഫിലിം എഡിറ്റിംഗ്. അപ്പൊ ഫിലിം എഡിറ്റിംഗ് ഞാൻ കൊടുത്ത് ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അങ്ങനെ ബയോ വന്നു, കോണ്ടാക്ട് വന്നു, ഇമെയിൽ വന്നു, ഫോൺ നമ്പർ വന്നു. ഫോൺ നമ്പർ നമ്മളിവിടെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുക. ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ കൊടുത്തു. 4 ഇമെയിൽ, എൻ്റെ ഇമെയിൽ ഞാൻ കൊടുത്തു. ഇമെയിൽ കൊടുത്തു. ഓക്കെ, ദിസ് നമ്പർ ഫോർ നോട്ട് വാലിഡ് കൊടുക്കുക. അപ്പൊ വേറെ നമ്പർ കൊടുക്കുക. ഇതിന്റെ 2-3 അക്കൗണ്ടുള്ള കാരണമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, അത് ലൊക്കേഷൻ അഡ്രസ് ജസ്റ്റ് പുതുവീട്ടിൽ കേട്ടോ. നിങ്ങൾ എന്താ വെച്ചെങ്കിൽ ജസ്റ്റ് അത് എഴുതിയാൽ മതി. സിറ്റി തൃശ്ശൂർ. തൃശ്ശൂർ കൊടുക്കുക. പോസ്റ്റ് കോഡ് ഏതാ വെച്ചെങ്കിൽ 680. ഒരു വാല്യൂ ഉള്ളു, ഞാൻ ജസ്റ്റ് നമുക്ക് ഉദാഹരണം കാണിച്ചു തരാണ്. 009. ഓക്കെ, നോ ഹവേഴ്സ്, 24 ഹവേഴ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഈ നമ്പറിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിന്റെ 2 നമ്പർ 2 അക്കൗണ്ടുള്ള കാരണം ഞാൻ ജസ്റ്റ് OTP എന്റെ വിഷയം കാരണം ഒരു ലാൻഡ് ഫോൺ കൊടുത്തു നോക്കി നോക്കാം. ലാൻഡ് ഫോൺ നടക്കില്ല, വെറുതെ ഒരു സ്കിപ്പ് ചെയ്ത് പോകാൻ തൽക്കാലം നടക്കുള്ളൂ. എഡിറ്റിംഗ് ടെസ്റ്റ് കൊടുത്തു. ബയോയിൽ എന്തെങ്കിലും കൊടുത്താൽ മതി. കോണ്ടാക്ട് ചെയ്യുക വെബ്സൈറ്റിനൊന്ന് നോക്കണം, ഇമെയിൽ കറക്റ്റാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. നമ്പർ കൊടുക്കണതിലത്തെ വിഷയം ഇതാണ് കേട്ടോ. ഓക്കെ, ഒരു പ്രൊഫൈൽ കൊടുക്കണം. പ്രൊഫൈൽ ജസ്റ്റ് നമുക്ക് ഇത് കൊടുക്കാം. ഓക്കെ, കവർ ഫോട്ടോ ഏതെങ്കിലും ഒരു കുട്ടിയും നിൽക്കണം, അല്ലെങ്കിൽ ഈ ഫുട്ബോളിന്റെ ഇതും കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നിങ്ങളുടെ ബിസിനസിന്റെ ആണോ. ഈ കവർ ഫോട്ടോ അടിപൊളിയായിരുന്നു. ആ കവർ ഫോട്ടോയിൽ നമ്മുടെ ബിസിനസിന്റെ എന്താ പറയാ ഒരു തീമാണ് കൊടുക്കേണ്ടത്, പ്രൊഫൈലിന് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഒരു ബ്രാൻഡിങ് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ക്യാൻവയിൽ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. പുറത്തൊന്നും ഫണ്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 5 പേർക്ക് ഇൻവിറ്റേഷൻ അയക്കാം. ഞാൻ ഇൻവിറ്റേഷൻ അയക്കണില്ല. നെക്സ്റ്റ് കൊടുത്തു. ഇത് മാർക്കറ്റ് പ്രൊഫഷണൽ ഇമെയിൽസ് അബൌട്ട് യുവർ പേജ്. യെസ് കൊടുക്കുക. ഡൺ കൊടുക്കുക. ഇത്രയുള്ള പേജ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡായി, നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡായി, അഡ്വേഴ്സിങ്ങും ആയി, എല്ലാമായി. ഇനി നിങ്ങൾ ചെയ്യേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ വരിക. ഇതിൽ ഏറ്റവും ടോപ്പിൽ സെറ്റിങ്സ് കാണാം. എബൌട്ട്, എഡിറ്റിംഗ്. കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാൻ കേട്ടോ. ഇത് നമ്മുടെ എബൌട്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി കൊടുക്കണം. അതാണ് അവരിങ്ങനെ
എന്നിട്ട് കളിക്കും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നോക്കി കമ്പ്യൂട്ടർ ഇവർ തന്നെ ഇതിന്റെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറഞ്ഞുതരും. നമ്മുടെ അക്കൗണ്ടിൽ എത്ര ആൾക്കാർ വന്നു, അത് ഒരു മെൻസ് ആണോ ഗേൾസ് ആണോ, ലൊക്കേഷൻ, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവർ തന്നെ പറഞ്ഞുതരും. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റിങ്സിൽ പോവാം. ഈ സെറ്റിങ്സ് എടുക്കാം. ലിങ്ക്ഡ് അക്കൗണ്ട് ഉണ്ടാവും. ഈ ലിങ്ക്ഡ് അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഇത് കണക്ട് ചെയ്യണം എന്നുള്ളത് കണക്ട് കൊടുക്കുക. ഇപ്പൊ ഇതിനെ എൻ്റെ ലിങ്ക് ചെയ്യണമെന്നാണ് പറയുന്നത്, വേണ്ട. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് അത് ലിങ്ക് ചെയ്യുക. അതിന്റെ പാസ്വേഡും ഇതിന്റെ പാസ്വേഡും ഓർമ്മ വേണം. അതിനകത്ത് പക്ഷെ ഫോർഗോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ, അതിലേക്ക് വർക്കൗട്ട് ആവില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ വാട്സപ്പും ഒന്ന് അത് ഇവിടെ ബിസിനസ് വാട്സപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. വെറുതെ വാട്സപ്പ് കൊടുത്താൽ പോരാ, ബിസിനസ് വാട്സപ്പ് തന്നെ കൊടുക്കണം, അതായിരിക്കും നല്ലത്. കാരണം ലീഡ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് വരുന്ന ഒരുപാട് ലീഡ്സ് ആഡ്സുകൾ ഉണ്ടാവും. അത് ബിസിനസ് വാട്സപ്പ് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, മറ്റേ വാട്സപ്പിന് എന്തോ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇത് രണ്ടും ചെയ്തിരിക്കണം. വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും നടന്നുകൊണ്ട് ഇങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ബയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇതിന്റെ ഡെമോ ആണ് ഇത് ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, ഗൂഗിൾ, ഇത് നാലാണ് ഒരു ബിസിനസിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന 4 പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.